സാധനങ്ങളൊക്കെ കഴിയാനായി. ഇനി പിക്കാനെ കൊണ്ടൊക്കെ കൊണ്ടിക്കണം. മോളെ എന്തമ്മ കഴിഞ്ഞ പണിയോള്? അടുക്കളത്തൊക്കെ കഴിഞ്ഞിരിക്കണ്. ഞാനേ സാധനങ്ങളൊക്കെ എന്തൊക്കെ ഇല്ലാത്ത നോക്കിയായിരുന്നു. ആ കിക്കാനെ കൊണ്ട് കൊണ്ടിക്കാച്ചിട്ടേ. എന്തേ? എന്റെ കഴിഞ്ഞിക്കണെന്നുണ്ടെങ്കിലേ ഉമ്മാക്ക് തുള്ളി ചൂടുവെള്ളം ഉണ്ടാക്കി തരുണ്ടോ? തൊണ്ട ഇങ്ങനെ വറ്റാണ്. ചൂടുവെള്ളം ഞാൻ ഉണ്ടാക്കി തരാം. കുട്ടീനെ ഇട്ടിട്ട് ഇടങ്ങേറാക്കണം. വെച്ചായിട്ടല്ലേ. ജംഷയാണല്ലോ വിളിക്കണു. ഹലോ, ഞാനിവിടൊക്കെ ഉണ്ട്. ഈ എവിടെ? എന്താ വിശേഷം? വിളിയൊന്നും കാണലില്ലല്ലോ. അനക്ക് പിന്നെ പണ്ടും തിരക്കന്നെയാണല്ലോ. എന്താപ്പൊ വിശേഷിച്ചൊരു വിളിയൊക്കെ? എന്തോ കാര്യണ്ടല്ലോ. കുടിരിക്കലായോ? മാഷാ അള്ളാ, എന്തായാലും നല്ലതുപോലെ കഴിയട്ടെ. കൊറേ ആയില്ലേ ഇജ്ജിപ്പോ എന്തായാലും ഒന്നിന് കഷ്ടപ്പെടൽ തുടങ്ങിയിട്ട്. ഇക്ക് സുഖാണെടി, കൊഴപ്പൊന്നുമില്ല. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. വീടിന്റെ ആവശ്യമില്ലല്ലോ. വീടിപ്പൊ ഞങ്ങക്ക് ഉണ്ടല്ലോ. ഈ ഉള്ള വീട് മതിയില്ലേ. ഇനിയിപ്പോ എന്തിനാ വേറൊരു വീട്? അമ്മായിമാന്റെ ആണെങ്കിലും ആകെ ഒരു മകനല്ലേ ഉള്ളൂ. അപ്പൊ അത് ഇക്കാക്കുള്ള തന്നെ ആവുമല്ലോ. അങ്ങനൊന്നും ആവൂലടി. എനിക്ക് തോന്നുന്നു എന്റെ അമ്മായിമ്മ അങ്ങനൊന്നല്ല, പച്ച പാവാണ്. ആടി പണിയോട് ഇതിപ്പോ അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് കൊറേ പണികളുണ്ടായിരുന്നു. ഞാൻ തന്നെ. ഉമ്മാക്ക് വയ്യല്ലോ. ഉമ്മ അങ്ങനെ നീച്ചടക്കുന്നതന്നെ ഉള്ളു. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യല്. അങ്ങനൊന്നും ഉണ്ടാവില്ലടി. പറഞ്ഞത് ശരി തന്നെയാണ്. എന്നാലും ഞാൻ ഇപ്പൊ എങ്ങനെ ഇക്കാനോട് ചോദിക്ക? ശരിയാ. ഇപ്പൊ ഈ പെരമ തന്നെ ഇക്ക് ഒരുപാട് പൈസ ചെലവാക്കിയിരിക്കണു. ഇജ്ജ് പറഞ്ഞ പോലെ ഇനി ഉമ്മാന്റെ മനസ്സ് മാറിയിട്ട് തന്നില്ലെങ്കിലോ? പറയാനൊന്നും പറ്റൂല. എന്തായാലും വേണ്ടില്ല. എനിക്ക് രണ്ടാലൊന്നും അറിയണം. ഇക്ക അങ്ങോട്ട് വരട്ടിക്ക, വന്നിട്ട് വേണം ചോദിക്കാൻ. പക്ഷെ എന്റെ അമ്മായി മുന്നേറ്റ് നല്ലപോലെയാണ് പെരുമാറുന്നതേ. അപ്പൊ എനിക്കൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിട്ട് ഇവിടുന്ന് പോവാനും പറ്റൂല. അതിനിപ്പോ എന്താ മാർഗം? നോക്കട്ടെ. ഇനിയിപ്പോ എന്തായാലും ഇങ്ങനെ താന്നു പോകുന്നതൊന്നും കാര്യമില്ല. ഈ പറഞ്ഞ പോലെ എല്ലാ പണികളും ഞാൻ ഒറ്റക്കാ എടുക്കണ്. ഒരു ഗ്ലാസ് ചൂടുവെള്ളം അടക്കെടുത്തുണ്ടാക്കൂലടി. ഞാൻ വിചാരിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് മോളെ, തേനെ, പാലേന്നൊക്കെ വിളിക്കണെന്നാ. ഇപ്പഴല്ലേ ഒക്കെ അറിയുമ്പോഴല്ലേ ഒക്കെ മനസ്സിലാവുന്നത്. ശരി തന്നെയാണ്, അടവന്നെയാണ്. എന്തായാലും ഞാൻ വിളിക്കണ്ട എനക്ക്. അല്ല, എന്നിട്ട് എന്നാണ് ഹൗസ് വാമിങ്? ഞാൻ വരാടി.
ആ ആയിക്കോട്ടെ, എന്നാ ഇനി നേരിട്ട് കാണുമ്പോ സംസാരിക്കാം. എന്നാ ശരി. ഓള് പറഞ്ഞാലും കാര്യമില്ലേ, എന്നും ഇപ്പൊ തള്ളന്റെ പേര് ഇങ്ങനെ നിക്കാൻ പറ്റൂലല്ലോ. ഞങ്ങൾക്കും വേണ്ട വേറൊന്ന് പോവാ. പിന്നെ ഈ തള്ളനെ നോക്കിക്കാണ്ട് എന്റെ ജീവിതം മൊത്തം കേൾക്കും. ശരിയാണ്, പെര തരാന്നൊക്കെ പറഞ്ഞിട്ടേ വെറുതെ പറ്റിക്കേക്കാരം. എന്നാലല്ല എല്ലാ കാര്യങ്ങളും ഞാൻ നല്ലപോലെ നോക്കുള്ളൂ. ഇന്ന് രണ്ടാമതൊന്ന് തീരുമാനിച്ചേ പറ്റുള്ളൂ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും വാടകയ്ക്ക് പോണം. എന്നിട്ട് അവിടുന്ന് വേറൊരു വീട് വെച്ചിട്ട് മാറണം. നടക്കൂല. ഇങ്ങോട്ട് വരട്ടേക്ക് വന്നിട്ട് വേണം ഇതിനൊന്ന് സംസാരിക്കാൻ. അപ്പൊ അതിന് തള്ളനെ ഒന്നൊരു സൈസ് ആക്കണം. തള്ളക്ക് ഇന്നോട് ദേഷ്യം വരുന്ന രീതിയിൽ ആക്കിയെടുക്കന്നെ വേണം. മോളെ, ഈ ഉണ്ടാക്കിയില്ല ചൂടുള്ള വെള്ളം? ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഈ കഥ അല്ലാതെ തന്നെ ഒരുപാട് പണികൾ ഇതിന്റെ ഉള്ളിലുണ്ടമ്മ. നിങ്ങളെ കയ്യിനും കാലിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ബീച്ച് നടക്കുന്നുണ്ട്, നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊരു തുള്ളി വെള്ളം നിങ്ങൾക്ക് ഉണ്ടാക്കിയാല്? എന്നിപ്പോ ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് നിർബന്ധമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്കൊന്നും ഉണ്ടാക്കിയപ്പോ എന്തെങ്കിലും വരുമോ? ഇച്ചെന്താ ഇങ്ങനൊക്കെ പറയണ്? എന്താ എനിക്ക് പറ്റി? ആ, ഞാൻ ഇപ്പൊ ഇങ്ങനൊക്കെ തന്നെയാണ്. ഇന്നെ കൊണ്ടൊന്നും പറ്റൂല ഈ പെരന്റെ ഉള്ളത്തെ എല്ലാ പണികളും ഒറ്റയ്ക്ക് എടുക്കാനൊന്നും. ഇങ്ങക്ക് ഇന്നൊന്ന് സഹായിച്ചൂടെ? അതെങ്ങനെ? ഞാൻ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നോണിയും പറഞ്ഞുകൊണ്ടായിട്ട് ഇരിക്കല്ലേ. ഇക്കൊന്നും വെച്ച ഇങ്ങനെ കൊടുത്ത് പണിയെടുക്കാൻ. പാറ്റിട്ടില്ല തള്ളക്ക് പറഞ്ഞത്. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടല്ലേ ഞാൻ നിക്കുള്ളൂ. തോളനെ ഒന്നല്ലെങ്കിൽ തള്ളനെ ഇവിടുന്നേലും ആട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് എവിടേലും പോണം. ശരിയാവൂല. എന്താ കുട്ടിക്ക് പറ്റിക്കണാവോ? ഞാൻ അങ്ങനെ എപ്പോഴും ഓരോന്ന് ചെന്ന് ചോദിച്ചിട്ടേക്കാരായി എന്നോട് കയറ. ഒന്നും ഉണ്ടാക്കാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥ ആയിപ്പോ എന്റേത്. കണ്ടാ എല്ലാരും പറയും ഒരു കുഴപ്പമില്ല. പക്ഷെ എന്റെ അവസ്ഥ എനിക്കല്ല അറിയുള്ളൂ. അതെ, ഇപ്പൊ ഇങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് എന്നിപ്പോ ഇങ്ങനെ തറവാട്ടിൽ തന്നെ നിന്നാ പോരല്ലോ, ഞങ്ങൾക്കും വേണ്ടേ ഒറ്റക്കൊരു ജീവിതമൊക്കെ. അപ്പൊ ഇക്കാനോട് ഇന്ന് എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. അതിന്റെ മുന്നേ ഞങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. ഞങ്ങൾക്ക് വേറെ വീട് മാറി താമസിക്കണം. എന്നിപ്പോ ഇവിടെ ഇങ്ങനെ നിന്നാ മാത്രം പോരാ, ഞങ്ങളെ കാര്യങ്ങളും വേണ്ട നടക്കുക. അല്ല, നിങ്ങളിപ്പോ പെട്ടെന്ന് ഇങ്ങനൊക്കെ പറയുമ്പോ എന്താ ഇപ്പൊ കാട്ടുക? ആ, അങ്ങനെ തോന്നി. 10 വർഷമായല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. ഇത് ഞങ്ങൾക്കുള്ളതാന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് വെച്ചിട്ട് നിങ്ങൾ കാല് മാറൂലെന്ന് ആര് കണ്ടു? പിന്നെ ജീവിതകാലം ഒക്കെ നയിച്ച പൈസ ഒക്കെ ഈ ഒരു പെരമ ചെലവാക്ക് തന്നെ ഉണ്ടാവുള്ളൂ. അവസാനം ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ വാടകക്കോ അല്ലാന്നുണ്ടെങ്കിൽ തെരുവൊക്കെ ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് അതിന്റെ മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് തീരുമാനിക്കണം. എന്തിനാ ഇപ്പൊ നിങ്ങൾ മാറേണ്ട ആവശ്യം? ഇതിപ്പോ നിങ്ങൾക്കുള്ള പെരന്നല്ലേ. ഞാൻ ആദ്യം തന്നെ ഇത് അങ്ങനെ പറഞ്ഞതല്ലേ. പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാ വാക്ക് മാറ്റണത്? ഞാൻ പറയണതിനുള്ളൊരു കുറ്റം? ഞങ്ങൾക്കും വേണ്ടേ നല്ല രീതിയിലൊന്ന് ജീവിക്കാം. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, ഓലെ കാര്യങ്ങളും നോക്കണം. മറ്റേത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഇങ്ങനെ ചെയ്യാനൊന്നും പറ്റൂല. നിങ്ങളെ ചെലവും ഈ പെരന്റെ ഉള്ളത്തെ കാര്യങ്ങളും എല്ലാം കൂടി ആകെ ഇടങ്ങാറായിക്കണ്. ഞങ്ങൾ പോയാലും നിങ്ങളെ നോക്കൂലെന്നല്ല, നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ട വെച്ചാ പറഞ്ഞാൽ മതി. അപ്പൊ ഞാനോ ഇക്ക ആരെങ്കിലും ഒക്കെ കൊടുന്നേരണ്ട്. ഞങ്ങൾക്ക് എന്തായാലും അതിന് തീരുമാനം വേണം. പിന്നെ ഇക്കപ്പൊ എന്തായാലും ഇതിന് സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നിങ്ങൾ സമ്മതിപ്പിക്കണം. എന്നാലും മോളെ ഇത്ര പെട്ടെന്നോ? 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, 2 കുട്ടികളായി. ഇനിയിപ്പോ എവിടുക്ക നീട്ടി കൊണ്ടുപോണത്? ഈയായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ ആരോടും തിരക്കൂനും പടക്കും ഒന്നിനും ഇല്ല. ഞാൻ കാര്യം പറഞ്ഞു എന്നുള്ളൂ. നിങ്ങളെ സമ്മതം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ മകൻ വരൂല. അതുകൊണ്ട് നിങ്ങളോട് നേരത്തെ പറഞ്ഞു എന്നുള്ളൂ. ഇക്ക വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പാട് നോക്കിയിട്ടാണ് പോകും എന്റെ കുട്ടികളെ പറ്റി. പിന്നെ നിങ്ങളെ മകനെ ഒറ്റക്ക് ഇതിനുള്ളിൽ നിൽക്കേണ്ടി വരും. മകന് വേറെ പെണ്ണും നോക്കേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട.
എന്തിനാ പോലും മാറേണ്ട ആവശ്യത്ത് ഓൽക്കുള്ള തന്നെയല്ലേ. ഓല് പോയി കഴിഞ്ഞാ ഞാൻ എന്താ കാട്ട ഇതിന്റെ ഉള്ളില്. എന്റെ കുട്ടി വന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ ഞാൻ ഒറ്റക്ക് നിക്കന്നെ വേണ്ടി വരുമല്ലോ. എന്തിനാ പഠിച്ചോനെ ഇതിന്റെ ഇടയിൽ ഇങ്ങിട്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തണ്. അറിയില്ല അപ്പൊ ആ കുട്ടിക്ക് പറ്റിയതാണാവും. അങ്ങനെ ഒരു വർത്താനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നോട്. ഇപ്പൊ വെച്ചിട്ട് അതിന് മാറണമെന്ന് അറിയുമ്പോ എന്താ അതിന്റെ മനസ്സിലാണാവും. ഇക്ക നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞമ്മക്ക് ഈ വീട് മാറല്ലേ, നമ്മക്കും വേണ്ട നമ്മളതായിട്ടുള്ള ജീവിതമൊക്കെ. എത്ര കാലിച്ചിട്ട് നമ്മളിങ്ങനെ തറവാട്ടിൽ ഇങ്ങനെ നിക്ക. എന്തിനാ ഈ പെരേന്ന് മാറേണ്ട ആവശ്യത്ത് നിക്കുള്ള തന്നെയാണല്ലോ. ഈ പെര നിങ്ങക്ക് കിട്ടും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അത് കിട്ടൂല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ നിങ്ങളെ ഇമ്മ ഫുള്ള് നാടകാണ്. എല്ലാ പണികളും ഇന്നെ കൊണ്ട് തന്നെ ഒറ്റക്ക് എടുപ്പിക്കും ചെയ്യാ. എന്നിട്ട് ഈ പെര നിങ്ങൾക്ക് ഉള്ളതാന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് കാണ്ട് അവസാനം വെച്ചിട്ട് നമ്മക്ക് ഒന്നും ഉണ്ടാവൂല. നിങ്ങൾ ഈ ജീവിതകാലം മുഴുവൻ നയിച്ച പൈസ മൊത്തം ഈ ഒരു പെരമ ചെലവാക്കും. അവസാനം തെരുവുക്ക് ഇറങ്ങേണ്ടി വരും. ഇപ്പൊ എന്താ ഒരു മോഹമൊക്കെ? അങ്ങനെ ഒരു മോഹം ഇപ്പൊ വന്നതൊന്നുമല്ല. ആദ്യം ഇങ്ങനെ ജെസ്സിയുടെ കുടിയിരിക്കലാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും തന്നെ ഇങ്ങോട്ടൊന്ന് പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഓളെന്നെ തിരിപ്പിച്ചതാണല്ലേ? ഓൾ ഇന്നെ തിരിപ്പിച്ചതൊന്നുമല്ല. ഓളെ കല്യാണം കഴിഞ്ഞിട്ടേ ആകെ 4 വർഷമായിട്ടുള്ളൂ. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടോ 10 കൊല്ലം. നമ്മക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതുവരെ ആയിട്ടും? ഈ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവാക്കാന്നല്ലാതെ. പിന്നെ കുറെ നിങ്ങൾ അമ്മാന്റെ അസുഖത്തിനുള്ള മരുന്നും മറിച്ചതും ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെയും കഴിഞ്ഞു. നിങ്ങൾ അമ്മാനെ നോക്കണ്ടെന്നല്ല പറഞ്ഞത്. മാസത്തില് 2000 3000 ഒക്കെ കൊടുക്കണം. പിന്നെ നിങ്ങളെ അമ്മാക്ക് പെൻഷന്റെ പൈസയും എല്ലാ പൈസയും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ കുറെ ആൾക്കാർ കുടുംബങ്ങളായിട്ടും അവരും ഇവരൊക്കെ ആയിട്ട് കൊടുക്കണമുണ്ട്. അതൊന്നും നിങ്ങളമ്മ ഇവിടെ ചെലവാക്കണില്ലല്ലോ. ഒക്കെ അമ്മ കെട്ടിപ്പൂട്ടിട്ട് അൽമറയിൽ വെക്കാന്നല്ലാതെ. ഇനി ഞമ്മക്ക് വേണ്ടിട്ടൊന്ന് ജീവിച്ചേ പറ്റുള്ളൂ. ആരെ പറഞ്ഞ എന്റെ അമ്മ പൈസ ചെലവാക്കണില്ല എന്നുള്ളത്? ഇജേ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം പിന്നെ അതൊക്കെ വാങ്ങിയതൊക്കെ ഇവിടെ എന്റെ ചെലവാക്കന്നെ അമ്മയാണ് ഇക്കാരം. കൊടുത്ത് വീട്ടണത്. പിന്നെ നിങ്ങൾ ഈ പണിയെടുക്കുന്ന പൈസ ഒക്കെ എവിടുക്കാ പോണത്? അനക്ക് തോന്നുമ്പോ ഡ്രസ്സ്, അതേപോലെ മേക്കപ്പിന്റെ സാധനങ്ങൾ, പിന്നെ അനക്ക് തോന്നുമ്പോ എന്റെ പെരേക്ക് ഒരു പോക്ക്, ഇതിനൊക്കെയും പൈസ ചെലവല്ലേ. പിന്നെ പോരാതെ ഈ പെരന്റെ ഉള്ളത്തെ ചെലവും എല്ലാം കൂടി ഇന്നെ നടക്കൂല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്നെ പകുതി മുക്കാലും എന്റെ അമ്മയാണ് എന്നെ സഹായിക്കണത്. ഇമ്മക്ക് കിട്ടുന്ന സകല പൈസ ഇമ്മ എനിക്ക് തരലുണ്ട്. അതൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് വേണ്ടല്ലോ. ഇക്കാരെ എന്റെ അമ്മാനെ. പിന്നെ എന്റെ അമ്മ ഇല്ലാത്തൊരു ജീവിതം നിക്കില്ല. അനക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ പെരേക്ക് പോയിക്കോ, അനക്ക് അവിടെ നിക്കാം. എന്റെ അമ്മക്ക് വേണ്ടിട്ട് ഞാൻ ജീവിക്കണത്. അല്ലക്ക ഓള് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അതൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. ഇജ ആലോചിക്കൂല. ഇതുവരെ ആയിട്ട് എന്റെ അമ്മ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. പാവല്ലേടി. ഇജ് പെരയില് പണിയെടുക്കണ്ടെങ്കിൽ അതിന്റെ മനസ്സിൽ തീയാണ്. എന്നോട് എത്ര വട്ടം പറഞ്ഞിക്കണെന്ന് അറിയോ? പറ്റുന്നുണ്ടെങ്കിൽ അതിനൊന്ന് സ്നേഹിക്ക്. ഇനിയിപ്പൊ ഈ ഒരു പെരേന്ന് ഒരു വാടക പെരേക്ക് പോയാലും വേണം നല്ല പൈസ. അപ്പോഴും പൈസ തന്നെയല്ലേ പോണത്. ഈ പെരയിലാവുമ്പോ അതിന്റെ ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഉമ്മല് മാത്രല്ലേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയാ പറഞ്ഞു. ഉമ്മക്ക് എന്താ തോന്നിയതാണാവോ. ഉമ്മാനോട് പോയിട്ട് പറയാം. അതിപ്പോ നടക്കുള്ളൂ. ഉമ്മ എന്താ നിങ്ങളാ മാറേണ്ട കാര്യം ഞാൻ ഓനോട് ചോദിക്കട്ടെട്ടാ. ഞാനും ഇങ്ങനെ ആലോചിച്ചപ്പോ ഞാനിപ്പോ എല്ലാവർക്കും ഒരു ബാധ്യതയാണല്ലോന്ന്. സാരല്ല, ഓങ്ങോട്ട് വരട്ടെ. ഓൻ വന്നേക്കന്നെ പോവും ചെയ്തില്ലേ. ഓനപ്പൊ കാണാൻ പറ്റിയിട്ടില്ല. ഉമ്മ വൈകുന്നേരം എന്തായാലും ചോദിക്കാം. ഇമ്മ ഞാൻ അപ്പത്തെ ഒരു ഇതിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. പിന്നെ ആലോചിച്ചപ്പോഴാ ഞാൻ പറഞ്ഞൊക്കെ തെറ്റാണ് എനിക്ക് മനസ്സിലായത്. ഞാനാ ജംഷി വിളിച്ചപ്പോളേ ഓളെ കുടിയിരിക്കലാണ് അടുത്ത ആഴ്ച. അപ്പൊ ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള തോന്നല് വന്ന്. അതുകൊണ്ടാണ് ഉമ്മ. അത് സാരല്ലടി. എന്നാണെങ്കിലും നിങ്ങൾക്കും വേണ്ട ഒരു ജീവിതമൊക്കെ.
ഇമ്മ എന്തായാലും പറഞ്ഞ് പറ്റിക്കൊന്നുമില്ല. ഉമ്മാന്റെ മക്കൾക്കുള്ള തന്നെയാണ് അത്. വേറെ ആരാ ഉള്ളത്? എന്നെ നോക്കണത് നിങ്ങൾ തന്നെയല്ലേ. പിന്നെ ഉമ്മ വേയിച്ചിട്ടല്ല പണികളൊന്നും എടുക്കാത്ത എച്ചായിട്ടാണ്. കണക്കിപ്പോ എന്റെ അസുഖങ്ങളെ പറ്റിയിട്ടൊക്കെ കണക്ക് അറിയണല്ലേ. ഉമ്മ പിന്നെ ഇതിലും കൂടുതലൊന്നും പറഞ്ഞു തരും വേണ്ടല്ലോ. നിങ്ങൾക്ക് മാറണം എന്ന് പറഞ്ഞപ്പോ ഒരു വേദന കാരും ഇല്ലാത്ത പോലെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതൊക്കെ എനിക്കറിയമ്മ, നിങ്ങക്ക് വെയ്യാത്താണെന്നും ഒക്കെ. പക്ഷെ അപ്പത്തെ ഒരു ബുദ്ധിമോശം എന്നോട് ക്ഷമിക്ക്. എനിക്ക് വേറെ എവിടേക്കും പോണ്ട. എന്റെ ഉമ്മാന്റെ അടുത്ത് തന്നെ നിന്നാ മതി. പിന്നെ ഈ ഒരു പേര ഉണ്ടായിങ്ങാണ്ട് എന്തിനാ ഞങ്ങള് വാടകക്കൊക്കെ പോണത്? ആ വാടകയും കൊടുക്കണം, കുട്ടികളെ പഠിപ്പും വേണ്ടമ്മ. എന്നോട് ക്ഷമിച്ചാളേ. കുട്ടി പാവ അപ്പത്തതിൽ എന്തേലും പറഞ്ഞതേക്കാരോ. ഇങ്ങനത്തെ ഒന്നിനെ പഠിച്ചോൻ തന്നെ വലിയൊരു റാത്താണ്. ഇത്രയും കൊല്ലം ഒന്നും അറിയിക്കാതെ ഞങ്ങൾ നോക്കിയില്ലേ എന്റെ എല്ലാ കാര്യങ്ങളും. പഠിച്ചോനെ ആരും ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ചു പോയാ മതി.